എക്സാമൊക്കെ കഴിഞ്ഞ് 10 ദിവസത്തെ അവധിയാണ്. പക്ഷേ കുഞ്ഞാറ്റയ്ക്ക് ഫുട്ബോളിൻ്റെ കോച്ചിങ് ഉണ്ട്. അപ്പോൾ രാവിലെ 7 തൊട്ട് 11 വരെയാണ്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യണം കേട്ടോ. പിന്നെ കഴിച്ചുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഒന്നും കഴിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്ന് വാമപ്പ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ബുൾസൈ ആണ് കഴിക്കാനായിട്ട് കൊടുത്തത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ കഴിക്കാനായിട്ട് സാലഡ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ചനയുടെ കടല വേവിച്ചിട്ട് അതിലോട്ട് തക്കാളി, സവാള, നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഇത് ബ്ലാക്ക് സോൾട്ടാണ് കേട്ടോ. ഫ്രൂട്ട്സിലും സാലഡിലും ഒക്കെ ഇട്ട് കഴിക്കുന്നത്. അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് അധികം എടുത്തു കൊടുത്തു, കാരണം ഫ്രണ്ട്സും ഒക്കെ ഉണ്ടല്ലോ. കുഞ്ഞാറ്റ എന്തായാലും അത്രയും കഴിക്കില്ല, എല്ലാവരും കൂടി കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അത്രയും കൊടുത്തു വിട്ടു. കുമ്പറും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് കുമ്പറൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ട്. തണുപ്പില്ലെങ്കിൽ നല്ല കാറ്റാണ്, അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഇന്ന് രാമനവമി ആയതുകൊണ്ട് ഇവിടെ അവധിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റേനെ വിളിക്കാൻ ഞങ്ങളും പോകാമെന്ന് വിചാരിച്ചു. രാവിലെ സുരായി കൊണ്ടാക്കിയായിരുന്നു ഫുട്ബോൾ കോച്ചിങ്ങിന്. അപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോൾ വിടുക. അപ്പോൾ നമ്മളും പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ശബരി ഓരോ ആക്ഷനൊക്കെ കാണിക്കും കേട്ടോ. അവനിഷ്ടമാണ് കേട്ടോ വീഡിയോയിൽ വന്നതും അവൻ്റെ വീഡിയോ എടുക്കണതൊക്കെ. അങ്ങനെ നമ്മൾ ഏകദേശം സ്കൂളിൻ്റെ അങ്ങോട്ട് എത്താറായിട്ടോ. ഇനി ഇവിടെ റോട്ടിൽ ഇറങ്ങിയാൽ കാണുന്ന വേറൊരു കാര്യമാണ് കണ്ടത്. പശുക്കളൊക്കെ ഇങ്ങനെ റോട്ടിൽ നടുക്ക് നിൽക്കും കേട്ടോ. ഇനിയും വരുന്നുണ്ട് കണ്ടോ. ഇതിങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണ് ഇവർ കേട്ടോ. എന്നിട്ട് ഒരു റൊട്ടി അതും ഇതൊക്കെ കൊണ്ട് കൊടുക്കും. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കാണാനേ പറ്റില്ലല്ലോ. പിന്നെ സ്കൂളിലെത്തി. അങ്ങനെ അവിടെ ഒരു ജിമ്മ് ഉണ്ടായിരുന്നു, കളിക്കണ പാർക്കല്ല കേട്ടോ, ജിം പോലത്തെ. അപ്പോൾ അവിടെ കളിക്കാൻ കയറിയപ്പോൾ ചെമ്പരത്തിപ്പൂ കണ്ടപ്പോൾ ഇതൊരു ചുവന്ന ചായ ഉണ്ടാക്കാം, റെഡ് ടീ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് കൈ പിടിച്ചതാണ് കേട്ടോ. ഏതോ ഷോർട്സിലെന്തോ കണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ അവിടെയുള്ള ഓരോന്നിലും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇടയിൽ ചെമ്പരത്തിപ്പൂ താഴെ പോയെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് അവിടെ മാച്ച് നടക്കുമായിരുന്നു കേട്ടോ, ഫുട്ബോൾ മാച്ച്. അണ്ടർ 17 മാച്ചും അണ്ടർ 14 ഉണ്ട് കേട്ടോ. കുഞ്ഞാറ്റ അണ്ടർ 14ലാണ്. അപ്പോൾ 17 ബോയ്സ്, അണ്ടർ 17 ബോയ്സിൻ്റെ മാച്ചാണ് നടക്കണേ. കുഞ്ഞാറ്റയുടെയൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇവിടെ സൈഡിൽ അപ്പുറത്ത് നിന്ന് ബോളൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. ഇത്ര അകലെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് അത്ര അടുത്തോട്ട് അങ്ങനെ പോകാൻ വിടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മാച്ചൊക്കെ നോക്കി നിന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശബരി ചേച്ചിന്ന് പോയി ഉറക്കെ വിളിച്ചു നോക്കുക കേട്ടോ. കേൾക്കാനൊന്നും പറ്റില്ല, കുഞ്ഞാറ്റ കുറച്ച് ദൂരെയായിരുന്നു. കുഞ്ഞാറ്റയുടെ മാച്ചൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴത്തേക്കും അവിടെ എയർപോർട്ട് അടുത്താണ് കേട്ടോ. അത് കാരണം വിമാനം പോകണമുണ്ട്. നമ്മൾ എത്ര വലുതായാലും വിമാനം കാണുമ്പോൾ ഒന്ന് നോക്കി പോകൂലേ. അങ്ങനെ ഒത്തിരി വിമാനങ്ങൾ പോയി കേട്ടോ. നമ്മൾ നിന്ന് നേരവും കൊണ്ട് തന്നെ ഒരു 3-4 വിമാനങ്ങൾ പോയി. പിന്നെ കുഞ്ഞാറ്റയുടെ കയ്യിൽ ഒരു ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഓട്ടം കണ്ട ആൾക്കാർ വിചാരിക്കും ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് ഓടുന്നതാണ്. അത് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി ഓടിയതാണ്. അവൾ കൊടുക്കില്ലെന്നും പറഞ്ഞ് ലാസ്റ്റ് പിന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അവന് കൊടുത്ത കാരണം അവൾക്ക് വേറെ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പോയി. പിന്നെ നല്ല ചൂടുമായിരുന്നു കേട്ടോ, വെയിലും. പിന്നെ എല്ലാവരും കുൽഫി എല്ലാം മേടിച്ച് അങ്ങനെ കഴിച്ചു കേട്ടോ. ഞാൻ മാത്രം വേറൊരു ഫ്ലേവറാണ് മേടിച്ച്. ഈ ചൂടത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമാണല്ലേ. അങ്ങനെ എല്ലാവരും കഴിച്ചു. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, കാരണം ശബരിയുടെ കണ്ണിൽ ഇന്നലെ മാർക്കർ പെൻ തുറന്നപ്പോൾ കൊണ്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെഡ് കളറിലായി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ ഐ ഡ്രോപ്സ് തന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.